അച്ചടക്കമില്ലാത്ത CISF ഉദ്യോഗസ്ഥരെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് നെടുമ്പാശ്ശേരിക്കാർ. പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയൽ പതിവായിരിക്കുകയാണ്. മാലിന്യം തള്ളിയ CISF ഉദ്യോഗസ്ഥരെ നാട്ടുകാർ പിടികൂടിയതിനെ തുടർന്ന് പഞ്ചായത്ത് പിഴയടപ്പിച്ചു. ഈ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന് ലഭിച്ചു. നീ അതെല്ലാം മറക്കിയെടുക്കാൻ പോയാ ഡ്യൂട്ടി കംപ്ലൈന്റ് ചെയ്യും. നീ എല്ലാം മറക്കിയെടുക്കാതെ നീ അത് മുഴുവൻ മറക്കിയെടുക്കടാ. എല്ലാരും വിളിച്ചുണ്ടോ? നീ സ്ഥിരം ഇവിടെ കൊണ്ടുവന്നിടണോണ്ടല്ലേ നീ ഇത് ഇട്ടത് അല്ലേ? പോലീസ് വണ്ടി ഒന്ന് വിളിച്ചു വരുത്തേണ്ടതായിരുന്നു. ഞാൻ മേലാലെ നീ ഇത് ചെയ്യരുത്. പണിഷ്മെന്റ് പറഞ്ഞ് പിന്നെ കൂടെ ഇത് ചേട്ടാ രാഗിൻ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നാട്ടുകാർ ഇടപെടുന്നു. CISF ജീവനക്കാരൻ ഈ മാലിന്യം അവിടെ പതിവായി നിക്ഷേപിക്കുന്ന ആളായിരിക്കണം. അതുകൊണ്ടാണല്ലോ വീണ്ടും അതേ സ്ഥലത്ത് തന്നെ മാലിന്യം നിക്ഷേപിക്കാനായി ആ ശീലത്തിന്റെ ഭാഗമായി വന്നത്. ഈ അച്ചടക്കമില്ലാത്ത ഇവരുടെ പ്രവൃത്തികൾക്ക് മണികെട്ടാൻ ഇന്നാട്ടിൽ യാതൊരു മാർഗവും നിയമ നടപടിയുമില്ലേ? രാഗിൻ, വിശദാംശങ്ങൾ എന്താണ് ഇതിന്റെ? മോത്തി, ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏറെ ലജ്ജ തോന്നുകയാണ്. കാരണം സമൂഹത്തിൽ മാതൃകയാകേണ്ട ഉദ്യോഗസ്ഥർ, ആ ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം. അങ്ങനെ അച്ചടക്കമില്ലാത്ത പ്രവർത്തനങ്ങൾ ഇവരുടെ ഭാഗത്തുനിന്ന് നിരവധിയുണ്ട് എന്നാണ് നെടുമ്പാശ്ശേരി പഞ്ചായത്ത് അംഗങ്ങളും അതോടൊപ്പം തന്നെ അവിടുത്തെ നിവാസികളും ഒക്കെ പറയുന്നത്. ചോദ്യം ചെയ്താൽ ഭീഷണിപ്പെടുന്ന അടക്കമുള്ള കാര്യങ്ങളും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നമ്മളൊരു പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുമ്പോൾ ആ പൊസിഷന്റെ മഹത്വം ഇത്തരം ആളുകൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് പതിവും അല്ലെങ്കിൽ അത് സ്ഥിരമായി ഉണ്ടാകാറില്ല എന്ന കാര്യമാണ് ഇവർ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ നെടുമ്പാശ്ശേരിയിൽ യുവാവിനെ വാഹനം ഇടിച്ച് കൊലപ്പെടുത്തുന്ന സംഭവത്തിലേക്ക് നയിച്ചതും ഇത്തരത്തിലുള്ള അച്ചടക്കമില്ലായ്മയാണ്. കാരണം ആ ഒരു ക്രൂരതയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴും താൻ ഇങ്ങനെ വാഹനം ഓടിച്ചാൽ അതൊരു കൊലപാതകത്തിലേക്കൊക്കെ പോകുമെന്ന് ബോധ്യമുണ്ടായിട്ട് കൂടിയാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഈ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഇങ്ങനെ മാലിന്യം തള്ളുകയാണ് ഉണ്ടായിട്ടുള്ളത്. CISF ഉദ്യോഗസ്ഥനായിട്ടുള്ള അശോകൻ എന്നയാളാണ് ഇത്തരത്തിൽ മാലിന്യം തള്ളിയത്. നാട്ടുകാരടക്കം ചേർന്ന് പിടികൂടി. തുടർന്ന് പഞ്ചായത്തിന് വിവരം അറിയിച്ചു. 10,000 രൂപ ഇയാളിൽ നിന്ന് പിഴ അടപ്പിച്ചിട്ടുണ്ട് എന്നാണ് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കുന്നത്. അങ്ങനെ ഇത്തരത്തിലുള്ള പല സംഭവങ്ങളും നിത്യേന വന്നുകൊണ്ടിരിക്കുകയാണ്. പലതരത്തിലും പരാതികൾ പറഞ്ഞു. ഇവർ ഈ പൊസിഷൻ ഒക്യുപ്പൈ ചെയ്യുന്നത് കൊണ്ട് തന്നെ ആരെയും ഭയമില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്നതൊക്കെയാണ് അവർ വ്യക്തമാക്കുന്നത്. എന്തായാലും ഇതിനൊരു കടിഞ്ഞാണിടേണ്ടത് ആവശ്യമാണ്. മാത്രമല്ല, ഇതിന് ഏതെങ്കിലും പുറത്തുനിന്ന് ഒരു എൻഫോഴ്സ്മെന്റ് ഏജൻസി വന്ന് കടിഞ്ഞാണിടുക എന്നതല്ല. അതിനപ്പുറം ഇവർ CISF ഉദ്യോഗസ്ഥരാണ്, വലിയ ഒരു പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ അവർ തന്നെ അതിൽ മാതൃകയാകണം. ഒരു സേനയുടെ ആ അച്ചടക്കം ചിട്ട അത് ആ സേനയ്ക്കുള്ളിൽ തന്നെയല്ല, മറിച്ച് പൊതുസമൂഹത്തിന് മുന്നിലും അവർ അത് കാണിക്കണം എന്നതാണ് ഏറ്റവും പ്രധാനമായും എടുത്തു പറയേണ്ടത്. പറയുന്നത് പഞ്ചായത്ത് അധികൃതർ തന്നെയാണ് ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരുന്നത്. ഒരുപാട് പരാതികൾ ഇവർ പല കേന്ദ്രങ്ങളിലും കൊടുത്തിട്ടുണ്ട്. നേരത്തെ കമാൻഡിനെ അതിലടക്കം വിവരം അറിയിച്ചിട്ടുണ്ട് എന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറയുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞിട്ടും നേരെയാകുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടായതോടുകൂടിയാണ് ഇത്തരം കൂടുതൽ പരാതികൾ ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഈ CISF ഉദ്യോഗസ്ഥർ ഈ മാലിന്യം അവിടെ നിക്ഷേപിച്ചതിനെ തുടർന്ന് നാട്ടുകാരിടപെട്ട് ആ മാലിന്യം തിരികെ ആ ചാക്കിലേക്ക് വാരി ഇട്ട് കൊണ്ടുപോകാൻ പ്രേരിപ്പിക്കുകയായിരുന്നു അല്ലേ? ഇത് ഓർമ്മയുള്ള തീർച്ചയായും. കാരണം നമ്മൾ ഇപ്പോൾ പ്രത്യേകിച്ചും ഈ പൊതു ഇടങ്ങളിൽ മാലിന്യം വലിച്ചെറിയരുതെന്നടക്കം സർക്കാർ പ്രധാനമായും പറയുന്നു. മാത്രമല്ല, അതിന്റെ ഭാഗമായിട്ടുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുന്നു. അതേറെ ഗുണകരമായി തന്നെ ഭവിക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം അതൊരു അവയർനെസ് എന്ന നിലയിൽ, കാരണം ഇത് പുറത്തേക്ക് വലിച്ചെറിയാൻ പാടില്ല എന്ന തരത്തിലുള്ള അവയർനെസ് എന്ന നിലയിൽ അത് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുമുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഇത്തരം പലയിടങ്ങളിൽ നിന്നെത്തുന്ന ആളുകൾ അതാത് സ്ഥലത്തെ തദ്ദേശ സ്ഥാപനങ്ങളായാലും ഏതെങ്കിലും നിയമ സംവിധാനങ്ങളായാലും അതിനോടൊപ്പം ചേർന്ന് സഹകരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള കരണീയമായിട്ടുള്ള കാര്യം. അത് എല്ലാ സിറ്റിസനും അങ്ങനെ ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചുമതല വഹിക്കുന്നവരാണ്. അങ്ങനെ ആ ഒരു പൊസിഷന്റെ മഹത്വം അവർ കാണിക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അങ്ങനെ പലരും കാണിക്കാറില്ല എന്നതാണ് ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം. അത്തരം അനുഭവങ്ങൾ വ്യക്തിപരമായി പങ്കുവയ്ക്കുകയും ചെയ്യാറുണ്ട് രാഗിൻ. അത് ഈ മാലിന്യം നിക്ഷേപിക്കുന്നു എന്ന കാര്യത്തിലല്ല, ഒരു ധാർഷ്ട്യത്തോടെയുള്ള പെരുമാറ്റം, മറ്റൊരാളെ പരിഗണിക്കാതിരിക്കുക, തനിക്ക് അവകാശമുണ്ട് എന്ന ഒരു തോന്നൽ, അല്ലെങ്കിൽ ഈ ഒരു പദവിയിൽ ഇരിക്കുമ്പോൾ എനിക്ക് എന്തുമാകാമെന്ന തോന്നലുള്ള പെരുമാറ്റം, ഇതൊക്കെ ഒരുപാട് സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായി പലരും പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഇതാ പുതിയ ഒരു കാര്യം കൂടി, മാലിന്യം വലിച്ചെറിയുക എന്നത്. ഇനി ഇവരെയൊക്കെ ഒരുമിച്ച് കൂട്ടി ഒരു സ്റ്റഡി ക്ലാസ് ഒക്കെ നൽകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു.